മക്കളെ, ഇന്ന് നമുക്ക് ഒരു സെക്കൻഡ് ടൈം ക്വസ്റ്റ്യനും കൂടെ നോക്കാം. നമ്മൾ ആദ്യം ഒരു ക്വസ്റ്റ്യൻ നോക്കിയതാണ്. സെക്കൻഡ് ടൈമിലെ അടുത്ത സെറ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പൊ രണ്ട് ക്വസ്റ്റ്യനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എക്സാമിന്, സ്കൂളിൽ എക്സാം നടക്കുന്ന സമയത്ത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് തന്നെ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് രണ്ടാമത്തെ മോഡലും കൂടെ നോക്കാം. ഇതിൽ തന്നിരിക്കുന്നത് കവിത വായിച്ചിട്ട് താഴെ തന്നിരിക്കുന്ന ചോദ്യത്തിന്റെ ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. കവിതയ്ക്ക് ഒരു ശീർഷകം നൽകാൻ. रिंझिम रिंझिम वर्षा आई, धरती की सब प्यास बुझाई, श्याम घटाएं उमड़ रही है, नदी नालियां श्याम घटाएं गुमड़ रही है, श्याम घटाएं गुमड़ रही है, नदी नालियां उमड़ रही है. നിങ്ങൾ പഠിച്ച കവിതയാണിത് അല്ലേ? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള കവിതയാണ്. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കവിതാക്കോ ഏക് ശീർഷക് ദേ. ഈ കവിതയ്ക്ക് ഒരു ടൈറ്റിൽ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കവിതയ്ക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു പേര് കൊടുക്കണം. അപ്പൊ നിങ്ങൾക്ക് വർഷ ആയി എന്ന് കൊടുക്കുക, റിഞ്ചിൻ റിഞ്ചിൻ വർഷ കൊടുക്കുക, ധർത്തിക്ക് പ്യാസ് ബുझായി, നദി നാലിയാം, ഇതിലേതെങ്കിലും നിങ്ങൾക്ക് അതിന്റെ പേരായിട്ട് കൊടുക്കാം. ഓക്കെ, വർഷ എന്ന് മാത്രം കൊടുക്കുക, പ്യാസ് കൊടുക്കുക, ഘട്ടായി എന്ന് കൊടുക്കുക, നദി നാലിയാം എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഇവിടെ എന്താണ് ശീർഷകം എഴുതിയിരിക്കുന്നതെന്ന്. പ്യാരി വർഷ എന്നാണ് ഇവിടെ ശീർഷകം കൊടുത്തത്. ഓക്കെ, എങ്ങനെ കൊടുക്കണം എന്ന് പറഞ്ഞു. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്താണോ അത് നിങ്ങൾ അതിന്റെ ഒരു ടൈറ്റിലായിട്ട് കൊടുക്കുക. ഇനി അടുത്ത നോക്കാം. മലയാളം ശബ്ദ കാ സമാനാർത്ഥക് ഹിന്ദി ശബ്ദ കവിത സെ ലിഖേം. അതായത് ഭൂമി, ഇത് മലയാളമാണ് അല്ലെ, മഴ മലയാളത്തിൽ തന്നിരിക്കുന്നു. ഈ രണ്ടിന്റെയും ഹിന്ദി പദം, ഇതിന് ഹിന്ദിയിൽ എന്താണ് പറയുക? ഭൂമി എന്നതിന് ഹിന്ദിയിൽ എന്ത് പറയും? മഴയ്ക്ക് ഹിന്ദിയിൽ എന്ത് പറയും? എന്താണ് പറയുന്നത്? മഴയ്ക്ക് വർഷ അല്ലെ, മഴയ്ക്ക് എന്താ പറയാ? വർഷ എന്നാണ് ഹിന്ദിയിൽ പറയാ. മഴയ്ക്ക് പറയുന്നത് എന്താണ്? വർഷ. വർഷ പറഞ്ഞ എന്താണ്? മഴ. ഭൂമി, ഭൂമിക്ക് എന്താ പറയുന്നത്? ധർത്തി. എന്താണ് ഭൂമിക്ക് പറയുന്നത്? ധർത്തി. എന്താണ്? ധർത്തി എന്നാണ് ഭൂമിക്ക് പറയുന്നത്. ആൻസർ എഴുതിയ നോക്കാം. ധർത്തി, വർഷ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. കോൻ ഗുമഡ് രഹി ഹെ. നമുക്ക് ഈ കവിതയിലുണ്ട് അല്ലേ, ഗുമഡ് രഹി ഹെ. ആരാണ് ഗുമഡ് രഹി ഹെ? ശ്യാം ഘട്ടായെ ഗുമഡ് രഹി ഹെ. ഈ വരിയിലുണ്ട് അല്ലേ? അപ്പൊ ആരാണ് ഗുമഡ് രഹി ഹെ? ശ്യാം ഘട്ടായേം. അപ്പൊ നമുക്കിവിടെ തന്ന ചോയ്സിലേക്ക് നോക്കാം. അവിടെ എന്തുണ്ട്? ഘട്ടായേം എന്നുണ്ട് അല്ലേ, ഘട്ടായേം എന്നുണ്ട്. അപ്പൊ അതാണ് അതിന്റെ ആൻസർ. ശ്യാം ഘട്ടായേം ഗുമഡ് രഹി ഹെ. കോൻ ഗുമഡ് രഹി ഹെ. അപ്പൊ ഈ ഗുമഡ് എന്നുള്ള ലൈനിലേക്ക് നോക്കുക. അപ്പൊ അവിടെ ഘട്ടായേം എന്നുണ്ട്. ആ ഘടായം നമ്മൾ എന്ത് ചെയ്യാ? ആൻസർ ആയിട്ട് എടുത്ത് എഴുതാം. ഇനി അടുത്തത് നോക്കാം. നദി നാലോം കോ ക്യാ ഹുവാ. നദി നാലിയാം ഉമഡ് രഹി ഹെ. എന്താണ് ഇവിടെ? ഉമഡ് രഹി ഹെ. ഉണ്ടോ? ആ ലൈനിലുണ്ട് അതിന്റെ ആൻസർ. എന്താണ്? ഉമഡ് രഹി ഹെ. അപ്പൊ അതാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ എഴുതിയത് നോക്കാം. ഘടായെ ഉമഡ് രഹി ഹെ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തത് രണ്ടാമത്തെ ആക്ടിവിറ്റി ആണ്. മിലാൻ കരയുമാണ്, ചേരുംപടി ചേർക്കുക. അതാണ് മിലാൻ കരി ഹിന്ദിയിൽ പറയാം. ഓക്കെ, ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് സംഖ്യകളാണ്. എത്ര? 3, 7, 6, 8 അത്രയാണുള്ളത്. ഓക്കെ, തീൻ പറഞ്ഞാൽ എത്രയാണ്? 1, 2, 3. എത്രയാണ് തീൻ? തീൻ പറഞ്ഞാല് 3 അല്ലേ, 3 ആണ് തീൻ. സാത്ത് പറഞ്ഞാലോ? 1, 2, 3, 4, 5, 6, 7. അപ്പൊ എത്രയാണ് സാത്ത്? സാത്ത് പറഞ്ഞാല് 7. ഓക്കെ, ഇനി അടുത്ത എന്താണ്? 1, 2, 3, 4, 5, 6. എത്രയാണ്? 6 അല്ലേ. പറഞ്ഞാൽ എന്താണ്?
ഇനി ചാർ. ചാർ പറഞ്ഞാൽ എത്രയാണ്? 1 2 3 4. എത്രയാണ്? 4 അല്ലേ? 4. അതിനാണ് ചാർ എന്ന് പറയുന്നത്. ഇനി ഒന്ന് മാത്രമേ ബാക്കിയുള്ളൂ. അതെന്താണ്? 8. അപ്പൊ 1 2 3 4 5 6 7 8. എത്രയായി? 8 അല്ലേ? അപ്പൊ 8 പറഞ്ഞാൽ എന്താണ്? 8. അപ്പൊ എല്ലാം നമുക്ക് കിട്ടി. ഓക്കെ. അപ്പൊ ഇത് നിങ്ങളിങ്ങനെ ടീച്ചറോട് ചോദിച്ചിട്ട് ചെയ്യുക. ഇതുപോലെ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഇങ്ങനെ മാച്ച് ചെയ്യാണോ ചോദിച്ചിട്ട് ചെയ്യുക. മാച്ച് ചെയ്യുകയാണെങ്കിൽ മാച്ച് ചെയ്യുക, അല്ലെങ്കിൽ എഴുതുക. ഓക്കെ, എഴുതിയത് കാണിച്ചു തരാം. ആക്ടിവിറ്റി 2 ദാ 6 8 3 7 4. ഓക്കെ. അപ്പൊ നമ്മളിവിടെ അതിന്റെ ആൻസർ എഴുതിയിട്ടുണ്ട്. അവിടെ തന്ന നമ്പറിനനുസരിച്ചാണ് എഴുതിയത് കേട്ടോ. അവിടെ ഫസ്റ്റ് ഇതിൽ തന്ന നമ്പറിനനുസരിച്ചാണ് എഴുതിയത്. 6 8 3 7 4. അതാണ് ഇവിടെ തന്നത്. ആ നമ്പറിനനുസരിച്ചിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, കണ്ടില്ലേ? ഇനി അടുത്ത നോക്കാം നമുക്ക്. മൂന്നാമത്തെ ആക്ടിവിറ്റി ആണ്. ചുവടെ കൊടുത്തിരിക്കുന്ന വാക്യങ്ങൾ വായിച്ച ശേഷം ചോദ്യങ്ങളുടെ ഉത്തരം എഴുതുക. घर में पेड़ लगाओ, घर में पेड़ लगाओ, तब चिड़िया आएगी, गिलहरी भी आएगी, बाहर धूप होगी तो पेड़ के नीचे छाया आ जाएगी, छाया में खेलना अच्छा लगेगा. നമ്മൾ പഠിച്ചതാണ് ഈ പാഠം അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം ഇതിൽ എന്താണ് ക്വസ്റ്റ്യൻ വന്നതെന്ന് നോക്കാം. ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞത്. സഹി പ്രസ്താവ് ചുനുക്കർ ലിഖേം എന്നാണ് ഹിന്ദിയിൽ തരിക. നിങ്ങൾക്ക് സ്കൂളിൽ എക്സാമിന് ഇങ്ങനെ മലയാളത്തിൽ തരുന്നതല്ല, ഹിന്ദിയിൽ തന്നെ ആയിരിക്കും ഇവിടെ എഴുതുക. ഓക്കെ, അപ്പോൾ ടീച്ചറിനോട് ചോദിച്ചിട്ട് അതെന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കുക. സഹി പ്രസ്താവ് ചുനുക്കർ ലിഖേം എന്നിവിടെ തരും. അതായത് ഇതിലേതാണോ ശരി അതാണ് നമ്മൾ എഴുതേണ്ടത്. 1 മാർക്കാണ് ഉള്ളത്. അപ്പൊ ഇതിൽ ഒന്നായിരിക്കും ശരിയുള്ളത് അല്ലേ? 1 മാർക്കാണുള്ളത്. അപ്പൊ എത്ര? 3 എണ്ണം തന്നിട്ടുണ്ട്. അതിൽ 1 മാത്രമായിരിക്കും ശരി. ഓക്കെ. ഗർമേ പേട് നെഹി ലഗാവോ, വീട്ടില് മരം നട്ട് വളർത്തരുത് എന്നാണ് പറഞ്ഞത്. ശരിയാണോ? അല്ല. ഗർമേ പേട് മത്ത് ലഗാവോ, മത്ത് പറഞ്ഞാലും നെഹി പറഞ്ഞാലും എന്താണ്? അരുത് എന്നാണ്. മത്ത് പറഞ്ഞ അരുത്. അപ്പൊ ഗർമേ പേട് മത്ത് ലഗാവോ, വീട്ടില് മരം നട്ട് വളർത്തരുത്. ഇതും അതേ മീനിങ്ങിലാണ് പറയണത്. മനസ്സിലായ? ഗർമേ പേട് ലഗാവോ, വീട്ടിൽ എന്ത് ചെയ്യണം? മരം നട്ട് വളർത്തണം. ഗർമേ പേട് ലഗാവോ, അതാണ് ശരിയായിട്ടുള്ളത്. ഓക്കെ, ആൻസർ എഴുതിയത് നോക്കാം. ഗർമേ പേട് ലഗാവോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. पेड़ के नीचे क्या आ जाएगी, നിങ്ങൾക്ക് തന്നിരിക്കുന്ന സൂചന ഉണ്ടല്ലോ ഇവിടെ, അതിലേക്ക് നോക്കിയാൽ കാണാൻ പറ്റും. പേട് കെ നീച്ചെ, നിങ്ങൾക്ക് ഇവിടെ പേട് കെ നീച്ചെ ചായ ആ ജായേഗി, കണ്ടോ? വായിച്ച് കണ്ടെത്തുക. നിങ്ങൾക്ക് തന്നിരിക്കുന്ന സൂചന വായിക്കുക, വായിച്ചിട്ട് സ്വയം കണ്ടെത്തി എഴുതാം. പേട് കെ നീച്ചെ ചായ ആ ജായേഗി. അപ്പൊ ഇവിടെ ചോദിച്ചത് എന്താണ്? പേട് കെ നീച്ചെ ക്യാ ആ ജായേഗി. അപ്പൊ എന്താണ് ആൻസർ വരുന്നത്? ചായ അല്ലേ? പേട് കെ നീച്ചെ ചായ, ഇതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കഹാം ഖേൽന അച്ഛാ ലഗേഗ, എവിടെ കളിക്കുന്നതാണ് നല്ലത്? എവിടെ കളിക്കുന്നതാണ്? ഗർമേ വീട്ടിൽ, ഛായാമേ തണലിൽ, സടക്കമേ റോട്ടിൽ. എവിടെ കളിക്കുന്നതാണ്? നല്ല രസമാണ് അവിടെ കളിക്കാനെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. എവിടെ കളിക്കാൻ? ഛായാമേ തണലിൽ, മരത്തിന്റെ തണലിൽ കളിക്കാൻ നല്ല രസമായിരിക്കും. ഛായാമേ. ഓക്കെ, നിങ്ങൾക്ക് തന്ന വരികളിലുണ്ടോ നോക്കാം. ഛായാമേ ഗേൽന അച്ഛാ ലഗേഗ, കണ്ടോ? ഛായാമേ ഇവിടെ ഉണ്ട്. ഛായാമേ ഗേൽന അച്ഛാ ലഗേഗ, അതാണ് ഇവിടെ ചോദിച്ചത്. കഹാം ഖേൽന അച്ഛാ ലഗേഗ. അപ്പൊ ഈ കഹാം എന്നുള്ളടത്ത് എന്ത് എഴുതണം? ഛായാമേ. ഇനി അടുത്ത നോക്കാം.
പേട് ലഗാനെ പർ ക്യാ ക്യാ ആയേഗി. മരമുണ്ടെങ്കിൽ എന്തൊക്കെ വരും എന്നാണ് പറഞ്ഞത്? ചിടിയ ആയേഗി, ഗിൽഹരി ആയേഗി അല്ലേ? ഗർമേ പേട് ലഗാവോ. പേട് ലഗാനെ പർ എന്തൊക്കെയാ വരുന്നത്? ചിടിയ, പിന്നെയോ ഗിൽഹരി. ഓക്കെ, നമുക്കിതിന്റെ ഈ മൂന്നാമത്തെ ആക്ടിവിറ്റി ആൻസർ എഴുതിയത് നോക്കാം. മൂന്നാമത്തെ ആക്ടിവിറ്റിയുടെ ആൻസർ ഗർമേ പേട് ലഗാവോ. ആ ക്വസ്റ്റ്യൻ ആൻസർ ആണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ. മൂന്നാമത്തെ ആക്ടിവിറ്റിയിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതിലുള്ള ആൻസർ കറക്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ, രണ്ടാമത്തത് പേടുക്കെ നീച്ചെ ക്യാ ആ ജായേഗി എന്നതിന്റെ ആൻസർ എന്താണ്? പേടുക്കെ നീച്ചെ ചായ ആയേഗി. അടുത്തതോ पेड़ लगाने पर क्या क्या आएगी. രണ്ടെണ്ണത്തിന്റെ ആൻസറും ഇവിടെ ചായ എന്നാണ് വരുന്നത് അല്ലെ? പേടുക്കെ നീച്ചെ ചായ. അതുപോലെ തന്നെ എവിടെ കളിക്കാനാണ് നല്ലതെന്ന് ചോദിച്ചത് എന്താണ്? ചായ. രണ്ടിനും ആൻസർ എന്താണ്? രണ്ടും മൂന്നും ആൻസർ വരുന്നത് എന്താണ്? ചായ. അതാണ് വരുന്നത്. തണല് എന്നാണ് അർത്ഥം വരുന്നത്. ഇനി നമുക്ക് പേട് ലഗാനെ പർ ക്യാ ക്യാ ആയേഗി ഞാനിവിടെ മാർക്ക് ചെയ്ത് കാണിച്ചതാണെങ്കിൽ എഴുതിയൊന്ന് കാണിക്കാം. ചിടിയ ആയേഗി, ചിടിയ ആയേഗി, ഗിൽഹരി ആയേഗി അല്ലേ? ഇത് തെറ്റാണ് കേട്ടോ. ചിടിയ ആയേഗി പിന്നെന്താണ്? ഗിൽഹരി. നേരത്തെ ഞാൻ മാർക്ക് ചെയ്ത് കാണിച്ചല്ലോ ഞങ്ങൾക്ക്, അതാണ് കറക്റ്റ് ആൻസർ. ചിടിയ ആയേഗി പിന്നെന്താണ്? ഗിൽഹരി ആയേഗി. പേട് ലഗാനെ പർ ക്യാ ക്യാ ആയേഗി. ചിടിയ ഞാനിവിടെ കാണിച്ചു, അത് നോക്കണം കേട്ടോ നിങ്ങള്. ചിടിയ ആയേഗി പിന്നെന്താണ്? ഗിൽഹരി ആയേഗി. ഇതാ ചിടിയ, ചിടിയ പിന്നെന്താണ്? ഗിൽഹരി. ഇത് രണ്ടുമാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്തത് നോക്കാം. ശരിയായ അക്ഷരം തെരഞ്ഞെടുത്ത് പൂരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ചി ഉണ്ട്. ഇത് ഏതാണ് ശരി? ഇതാണ് അല്ലെ? ചിടിയ. അടുത്തത് എന്താണ്? മച്ചലിയ, മത്സ്യം. ഫസൽ, വിളവ്. ഫ. ദേക്കർ, നോക്കിയിട്ട്, കണ്ടിട്ട് എന്നൊക്കെയുള്ള അർത്ഥം. തിത്തലി, പൂമ്പാറ്റ. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് വരുന്നത്. എഴുതിയത് നമുക്ക് നോക്കാം. ചിടിയ, മച്ചലി, ഫസൽ, ദേക്കർ, തിത്തലി. കറക്റ്റ് അല്ലേ? ഇനി അടുത്തത് നോക്കാം. നമുക്ക് നാലാമത്തെ ആക്ടിവിറ്റി കഴിഞ്ഞു. ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റിയാണ് ശരിയായ വാക്ക് തെരഞ്ഞെടുത്ത് പൂരിപ്പിക്കാം. ശരിയായ എന്ത് ചെയ്യാ? തെരഞ്ഞെടുത്ത് പൂരിപ്പിക്കണം. ടെർ ടെർ താൾ ലഗാത്തെ ഹെ. ആരാണ് ടെർ ടെർ എന്ന ശബ്ദമുണ്ടാക്കിയത്? മേണ്ടക്ക് അല്ലേ? നമ്മൾ പഠിച്ചു മേണ്ടക്ക് ടെർ ടെർ താള് ലഗാത്തെ. പഠിച്ചില്ലയോ? അപ്പൊ മേണ്ടക്കാണ് ഇവിടെ ആൻസർ വരുന്നത്. പി പി ഗീത് സുനാത്ത. ആരാണ് പി പി ഗീത് സുനാത്ത? പി പി എന്ന ഗീതം കേൾപ്പിച്ചത് ആരായിരുന്നു? പപ്പീഹ പി പി ഗീത് സുനാത്ത അല്ലേ? പപ്പീഹ പി പി ഗീത് സുനാത്ത. അടുത്തത് എന്താണ്? മേരെ ഘർ മേ പേട് ഹേ. എന്റെ വീട്ടിൽ എന്തുണ്ട്? പേട്. എന്റെ വീട്ടില് പേട് ഉണ്ട്, മരമുണ്ട്. പാനി മേ മച്ചലി ഹേ. വെള്ളത്തിൽ എന്താണുള്ളത്? മത്സ്യമാണുള്ളത്. വെള്ളത്തിൽ മത്സ്യമുണ്ട്. വെള്ളത്തിൽ കൗവ പറഞ്ഞ കാക്കയാണ്. ഗിൽഹിരി പറഞ്ഞ അണ്ണാനാണ്. അപ്പൊ ഏതാണ് ശരി? മത്സ്യം. പാനിമേ മച്ചലി ഹേ, മത്സ്യമുണ്ട്. വർഷ ആയി ധർത്തിക്ക് പ്യാസ് ബുജായി. നമ്മൾ പഠിച്ചാണ് വർഷ ആയി ധർത്തിക്ക് സബ് പ്യാസ് ബുജായി. പഠിച്ചല്ലേ? അപ്പൊ വർഷ ആയി ധർത്തിക്ക് പ്യാസ് ബുജായി. ഇനി ആറാമത്തെ ആക്ടിവിറ്റി നോക്കാം. അഞ്ചാമത്തെ ആക്ടിവിറ്റി പക്ഷി. ആറാമത്തെ ആക്ടിവിറ്റി നോക്കാം. അഞ്ചാമത്തെ ആക്ടിവിറ്റി ഇവിടെ കാണിച്ചിട്ടുണ്ട്. ആൻസർ ഏതാണെന്നുള്ള കറക്റ്റ് ആൻസർ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അത് നോക്കിയിട്ട് ചെയ്യാം. മേണ്ടക്ക്, അതുപോലെ തന്നെ പപ്പീഹ, പേട്, മച്ചലി, പ്യാസ്. ഓക്കെ, ഇനി അടുത്തത് ആറാമത്തെ നോക്കാം. പേട് കെ നീച്ചെ ഗായ് ഹെ. പേട് കെ എന്നാണ് വരിക കേട്ടോ. പേട് കെ നീച്ചെ ഗായ് ഹെ.
बुआ के घर में പേട് ഹേ അമ്മായിയുടെ വീട്ടിൽ. ഇൽ പറയുമ്പോ എന്താണ്? ഈ മേമാണ് ഇൽ പറയുമ്പോ. പേടുക്കെ നീച്ചെ മരത്തിന്റെ. ഇതിനെന്താണ് അർത്ഥം വരുന്നത്? ന്റെ. എന്താണ് വരുന്നത്? മരത്തിന്റെ. ഇവിടെ എന്താണ്? ന്റെ എന്നാണ് അർത്ഥം വരുന്നത്. ഓക്കെ. പേടുക്കെ നീച്ചെ മരത്തിന്റെ താഴെ. ഗായ് ഹേ പശു ഉണ്ട്. ബുവാക്കെ ഗർ മേ പറഞ്ഞ ഇൽ അമ്മായിയുടെ വീട്ടിൽ. എന്താണ്? അമ്മായിയുടെ വീട്ടിൽ. ബുവാക്കെ ഗർ അമ്മായിയുടെ വീട്ടിൽ പേടുതാ മരമുണ്ടായിരുന്നു. ചോഞ്ച് ബോൾ മേ ഫംസ് ഗയി. ചുണ്ട് ബോളിൽ കുടുങ്ങി. നമ്മൾ ആ പാഠത്തിൽ പഠിച്ചതാണ് അല്ലേ? ചോഞ്ച് ബോളുമേ ഫംസ് ഗയി. ബോളുമേ ഫംസ് ഗയി. ഫംസ് എന്ന് പറഞ്ഞാൽ കുടുങ്ങുക. ആപ്പിനെ ഗിൽഹരി കഹാംസേ എവിടെ നിന്ന്? സേ നിന്ന്. കഹാംസേ ഗരീതി എവിടെ നിന്ന് വാങ്ങി? ആപ്പിനെ ഗിൽഹരി നിങ്ങൾ ഗിൽഹരിയെ അണ്ണാനെ എവിടെ നിന്നാണ് വാങ്ങിയത് ചോദിക്കാണ്. സേ പറഞ്ഞാല് നിന്ന്. കഹാംസേ എവിടെ നിന്ന്. കഹാംസേ എന്താണ്? എവിടെ നിന്ന്. കഹാംസേ സേ നിന്ന്. കഹാംസേ എവിടെ നിന്ന്. താലാബ് മേണ്ടക് ഹേ. താലാബ് മേം. താലാബ് മേം മേണ്ടക് ഹേ. നമ്മൾ നേരത്തെ ഇവിടെ എവിടെയോ താലാബ് മേം മച്ചലി കണ്ടിട്ടുണ്ടേനി അല്ലേ? താലാബ് മേം മച്ചലി ഹേ എന്ന് ഇവിടെ എവിടെയോ പഠിച്ചില്ലേനോ? ഇപ്പൊ എന്താണ്? താലാബ് മേം മേണ്ടക് ഹേ. അപ്പൊ ഇതിൽ വരുന്നത് കെ മേം പിന്നെ മേം ഫുള്ള് മേം. ഒരു കെയും ബാക്കിയൊക്കെ എന്താണ്? രണ്ട് മേം പിന്നെ ഒരു സേ പിന്നെ ഒരു മേം. ഓക്കെ. അപ്പൊ നമ്മുടെ 6 ആക്ടിവിറ്റിയും കഴിഞ്ഞു. നിങ്ങളെ പാഠത്തിൽ നോക്കി നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ ആ പാഠത്തിലാണ്. പേടുക്കെ നീച്ച് ഗായ് എന്നല്ല, പേടുക്കെ നീച്ച് ചായാഹേ എന്നുണ്ട് അല്ലേ? ബുവാക്കെ ഗർമേ പേടുതാ. ബുവാക്കെ ഗർമേ बुआ घर में पेड़ था. मेरे घर में पेड़ है. लास्ट ആണ് നമ്മൾ നോക്കിയേ. ലാസ്റ്റ് चोंच बॉल में फंस गई. आपने गिलहरी कहाँ से गिरी थी. तालाब में मेंढक है. ഓക്കെ. അപ്പൊ നമ്മള് എല്ലാ ആക്ടിവിറ്റിയും നോക്കിക്കഴിഞ്ഞു. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണല്ലേ ഇത്. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ആക്ടിവിറ്റി 6 ആണ് ഇവിടെ. പേടുക്കെ बुआ के घर में चोंच बॉल में गिलहरी कहाँ से तालाब में मेंढक है. ഓക്കെ.